നിയമം കയ്യിലെടുക്കാൻ തയ്യാറുള്ള നിലവിൽ ഈ പ്രശ്നം അത് കരുനാഗപ്പള്ളിയിൽ കുറച്ചധികം നാളുകളായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. അത് കുലശേഖരത്തെ സംബന്ധിച്ചല്ല, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിൽ വരുന്ന 4ഓളം ലോക്കൽ സമ്മേളനങ്ങളെ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് നിർത്തിവെപ്പിച്ചത്. കാരണം ഈ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്നവരുടെ കാര്യത്തിലടക്കം വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങൾക്കെതിരെ പോലും കയ്യേറ്റമുണ്ടാകുന്ന സ്ഥിതി. അത് ഒരു കാരണവശാലും ഇവിടെ നിന്ന് വാർത്തകൾ പുറത്തേക്ക് പോകേണ്ടതില്ല. ഇത് സിപിഎമ്മിന്റെ സമ്മേളനമാണ്. സിപിഎമ്മിന്റെ സമ്മേളനത്തിൽ എന്ത് വിഷയമുണ്ടായാലും അത് പുറത്തേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ 2 പേരെ ഇതിൽ പൂട്ടിയിട്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ അടക്കം പൂട്ടിയിട്ടുകൊണ്ട് നടത്തിയ ഒരു ലോക്കൽ സമ്മേളനം. എന്തിനാണ് അത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നത്? കാരണം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നതെങ്കിൽ ഈ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായ ഇടപെടൽ അത് അതീവ ദുഃഖകരമുള്ളതാണ്, അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇട നൽകുന്നതാണ്. ഒരു തരത്തിലും അത് റോഡിൽ നിന്ന് പോലും വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ ഈ കുലശേഖരപുരത്തെ ഒരു വിഭാഗം സിപിഎം പ്രവർത്തകർ, സിപിഎം നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. കാരണം റോഡിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട, ഇത്തരം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ്. കാരണം ഇത്തരം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു കാരണവശാലും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകർ ചേരിതിരിഞ്ഞുകൊണ്ട് അത് പരസ്പരം അവർ തമ്മിൽ ചേരിതിരിഞ്ഞുകൊണ്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചയടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കാരണം വാർത്ത പുറത്തേക്ക് വരണം, ഈ സംഭവങ്ങൾ എന്താണെന്ന് നാട്ടുകാർ അറിയണം എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നതെങ്കിൽ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും പുറത്തേക്ക് പോകരുതെന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക്കൽ സമ്മേളന വേദിക്കകത്തേക്കോ ആ കോമ്പൗണ്ടിനകത്തേക്കോ മാധ്യമങ്ങൾ കയറിയില്ല. അതിന് പുറത്ത് സംഘടിച്ചെത്തിയ ഒരു വിഭാഗം പ്രവർത്തകർ അവർ പൂട്ട് തല്ലിപ്പൊളിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് പ്രേക്ഷകർക്ക് മുമ്പാകെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തേക്ക് എത്തിച്ചത്. ആ ദൃശ്യങ്ങൾ പോലും പുറത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല, ഇവിടെ ഞങ്ങൾക്കുള്ളിൽ ഉള്ള വിഭാഗീയത പുറത്തേക്ക് അറിയേണ്ട എന്നുള്ളതാണ് സിപിഎമ്മിന്റെ കരുനാഗപ്പള്ളി ഏരിയയിലെ ഈ കുലശേഖരപുരം ലോക്കൽ കമ്മിറ്റിയിലെ ഒരു വിഭാഗം മാത്രമാണ് അത്തരം പ്രവർത്തകരടക്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നതിലും വലിയ രീതിയിൽ ഇപ്പോൾ പുറത്തടക്കം ഇതറിഞ്ഞുകൊണ്ട് സംഘടിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തകർ ഇപ്പോൾ ഈ സ്ഥലത്തടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അത് കുലശേഖരപുരത്ത് മാത്രമല്ല, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലെ വലിയ വിഭാഗം പ്രവർത്തകർ തന്നെ ഈ ഭാഗത്തേക്ക് എത്തുന്ന കാഴ്ച പോലും നമുക്ക് കാണാം. എന്തായാലും ഈ സംഘർഷത്തിനായി ഇതിനുള്ളിൽ ഇപ്പോഴും നേതാക്കൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ കെ സോമപ്രസാദ്, അതുപോലെ കെ രാജഗോപാൽ എന്നിവരുടെ വാഹനങ്ങളടക്കം ഇപ്പോഴും പുറത്തു തന്നെ കിടക്കുകയാണ്. രാവിലെ ഇത് അനുനയത്തിലൂടെ ഇത്തരം ലോക്കൽ സമ്മേളനങ്ങൾ ഒത്തുതീർപ്പാക്കി ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കേണ്ടതാണ്. കാരണം സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഇത്തവണ നടക്കുന്നത് കൊല്ലത്താണ്. പാർട്ടിയെ സംബന്ധിച്ച് താഴെത്തട്ടിൽ വരെ അടിവേരുള്ള ഒരു സംവിധാനമുള്ളതാണ് കൊല്ലത്ത്. അവിടെയുള്ള ശക്തി കേന്ദ്രമാണ് കരുനാഗപ്പള്ളി. ആ കരുനാഗപ്പള്ളി ലോക്കൽ സമ്മേളനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയാത്തത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തലവേദന കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ലോക്കൽ കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ വീണ്ടും തീരുമാനമെടുത്തത്. എന്തായാലും ആ ലോക്കൽ സമ്മേളനത്തിലാണ് ഇപ്പോൾ ഈ കണ്ട കാഴ്ചകളടക്കം ഉണ്ടായത്. ഓക്കെ, ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യാൻ പോലും ഈ പാർട്ടി പ്രവർത്തകർ തയ്യാറെടുത്തു. മാത്രമല്ല 24ന്റെ പ്രതിനിധി ആർ അരുൺരാജിനെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമവും അവിടെ ഉണ്ടായി. ഇവിടെ നടക്കുന്ന ഈ വിഭാഗീയതയുടെ പേരിലുള്ള ഈ സംഘർഷം മറ്റാളുകൾ അറിയാതിരിക്കാൻ വേണ്ടി അവർ മറച്ചു വയ്ക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് പ്രവർത്തകർ അരുൺരാജിനോട് ഈ ലൈവ് കൊടുക്കുന്നതിനെതിരായിട്ട് റിയാക്ട് ചെയ്ത് കൈ ചൂണ്ടി പറയുന്നതൊക്കെ പ്രേക്ഷകർക്ക് കാണാം. പക്ഷേ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഗുഡായിസിനോടൊന്നും വലിയ താല്പര്യമില്ല, ഗുഡായിസം കാണിക്കുന്നവരുടെ മുമ്പിൽ മുട്ടുമടക്കി പോകാനും 24 തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആർ അരുൺരാജ് അവിടെ നിന്ന് ധൈര്യപൂർവ്വം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല പബ്ലിക് റോഡിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഒരു പാർട്ടിക്കാരൻ്റെയും അനുമതി ആവശ്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലവിലിരിക്കെ ഇതേപോലെ ഇപ്പോൾ വന്ന് സംസാരിക്കുന്ന ഈ മനുഷ്യനൊക്കെ തന്നെ ഇത്തിരി മൂത്ത സഖാവാണെന്ന് തോന്നുന്നു. പക്ഷേ മൂത്ത സഖാവ് ഈ മാധ്യമപ്രവർത്തകർക്കുള്ള സ്വാതന്ത്ര്യം കൂടി അനുവദിച്ചു കൊടുക്കണം എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും നാളെ അവർ ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത്തരം നടപടികൾ നിങ്ങൾ ചെയ്യുന്നത് ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാത്ത സംസാരിക്കുന്ന നിങ്ങൾക്കിത് ചേർന്നതാണോ ഭൂഷണമാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം. ആർ അരുൺരാജിനെ വിരട്ടിവിടാനുള്ള തന്ത്രമാണ് ഈ പിടിച്ചു തള്ളുകയും കത്തിയെടുത്ത് കുത്താഞ്ഞത് തന്നെ മഹാഭാഗ്യമെന്ന് വേണമെങ്കിൽ കരുതാം. പിടിച്ചു തള്ളി അരുൺരാജിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കാനുള്ള ശ്രമമാണ് ഈ പാർട്ടി പ്രവർത്തകർ നടത്തിയത്. എന്നാൽ ഒരു സംഘം പാർട്ടി പ്രവർത്തകർക്ക് ഈ സംഭവം എല്ലാം പുറത്തു വരണമെന്നാണ് ആഗ്രഹം. സോമപ്രസാദിനെ പോലെയും രാജഗോപാലിനെ പോലെയുമുള്ള സംസ്ഥാന തലത്തിൽ നേതാക്കന്മാർ, നിങ്ങൾക്കറിയാം സോമപ്രസാദ് മുൻ MP കൂടിയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ തന്നെ പൂട്ടിയിട്ടു 2 മണിക്കൂറോളം കെട്ടിടത്തിൽ നിന്ന് വരുന്നത് അദ്ദേഹം എന്താണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല.